ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം കുറേ പേര് ചോദിച്ചു എന്താണ് എൻ്റെ ജോലി എന്ന് ചോദിച്ചു. ജോലി ഞാൻ ആദ്യം വണ്ടി ഓടിക്കുമായിരുന്നു, ഡ്രൈവറായിരുന്നു. പിന്നെ ടൂറിസ്റ്റ് ബസ് ഓടിക്കാൻ പോയിട്ടുണ്ട്, ലോറി ഓടിക്കാൻ പോയിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയിട്ടുണ്ട്, കോളേജ് ബസ് ഓടിക്കാൻ പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് വന്നു, എനിക്ക് അറ്റാക്ക് വന്നു. അങ്ങനെ വണ്ടി പോക്ക് പയ്യെ നിർത്തി കഴിഞ്ഞ് കുറച്ച് നാൾ വെറുതെ ഇരിക്കേണ്ടി വന്നു. അത് പച്ചൻ പറഞ്ഞു ബ്ലോക്ക് കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ കോളേജ് ബസ് ഓടിക്കാൻ പോയി. അത് കഴിഞ്ഞ് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ തീരെ പറ്റില്ലാണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന ഈ വണ്ടി പരിപാടി വേണ്ട, ഞാൻ എൻ്റെ കൂടെ വളർന്നോളൂ. അങ്ങനെ ഉത്സവ കച്ചവടത്തിൻ്റെ പെട്ടിക്കടയിൽ വളയ മാല, കമ്മൽ, പൊട്ട്, ചാന്ത് അങ്ങനെ ഉള്ള ഒരു കട, ആ കടയായിരുന്നു. അതിപ്പോൾ മെയ് മാസത്തിൽ ആ കടയുടെ അതിൻ്റെ കച്ചവടം തീർന്നു. ഇനിയിപ്പോൾ വരുന്ന ഒക്ടോബറിലാണ് നമുക്ക് തോട്ടം സ്റ്റാർട്ട് ചെയ്യുള്ളൂ, വിജയദശമിയോട് അനുബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഇരിക്കാതെ പത്ര നാൾ വെറുതെയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ബജ്ജിക്കട ഇടാമോ. ചേച്ചിക്ക് ബജ്ജിക്കട ഓൾറെഡി ഉള്ളതാണ്, ഉത്സവ കച്ചവടം ഉണ്ട്. അപ്പോൾ ആ ബജ്ജിക്കടയിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പോകുമ്പോൾ ഞങ്ങൾ കാണിച്ചപ്പോൾ ഇപ്പോഴത്തെ പണി അതാണ്, ബജ്ജിക്കടയിലാണ്. ബജ്ജിക്കടയിൽ എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുന്നത്. അപ്പോൾ അച്ചുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവുണ്ട്. ഇത്രയും പേരും കൂടിയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പണി. അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ശിവക്ഷേത്രത്തിനെ പറ്റി, നന്ദിരാശം ഉള്ള അമ്പലം, ആ അമ്പലത്തിന് തൊട്ടടുത്തായിട്ടാണ് ഞങ്ങളുടെ ബജ്ജിക്കട. അപ്പോൾ അതിലൂടെ പോകുന്നവരാരിലോട്ട് കയറും. അപ്പോൾ അടുത്ത വിശേഷം അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതെ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ശിവക്ഷേത്രം കേട്ടോ. അപ്പോൾ കട ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അണിയൻ അവിടെ മുകളിൽ വെക്കണം. ഇവിടെ നമുക്ക് ബജ്ജിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള എൻ്റെ പണി. ഇതേ എനിക്ക് സമാപനം ഉണ്ടാ, അതിനകത്ത് ചായ അടിക്കുക. അതാണ് എന്നെ കളിയാക്കി ചിരിക്കണേട്ടാ. ഉണ്ടാ തൊപ്പിയൊക്കെ വെച്ച് ഇവരിങ്ങനെയല്ല കേട്ടാ, ഇവരിങ്ങനെയാട്ടോ ശരിക്കും. ഇതല്ല അവര് ഇതല്ല. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അടുത്ത് അപ്പോൾ അതെ എൻ്റെ പണി ഞാൻ ഇവിടെ തുടങ്ങി. സമാവർ, അടുപ്പ്, ഇനി ചായ അടിക്കണം. ഇനി അടുത്ത ആക്കണ പണി കാണിച്ചിട്ടേ. ചേച്ചിയാണ്ട ബജ്ജി ഇടുന്നേ, വേണ്ട ബജ്ജി സെറ്റ്. എന്താ പണി? കടയിലെല്ലാം പണി ഞാൻ തന്നെ ചെയ്യണം. ബജ്ജി ഇട്ടാൽ അപ്പുറത്ത് തന്നെ കിടന്ന് ഉറങ്ങാണ്. അതെയാ, കാണിച്ചാൽ ഉറങ്ങുന്നതൊക്കെ. അപ്പൊ ഇവളുടെ പണി ഇവിടെ പാത്രങ്ങൾ തുടച്ചു വെക്കുക, ബജ്ജി എടുത്ത് കൊടുക്കുക. ചേച്ചിനെ ഞങ്ങൾ ഇറക്കി വിട്ടതാ കടയിൽ നിന്ന്, എന്നിട്ട് പിന്നെ വലിഞ്ഞെറിയോന്നാക്കണത്. ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പടക്കം കൂടി പോകും. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പണിയും ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി. ഓക്കെ.